നോളജ് അല്ല, ഒരു ജോക്ക്. അല്ല മനസ്സിലല്ലേ, ഞാനിപ്പോ മരിച്ചുപോയി, നീ മരിച്ചോ എന്ന് വന്ന ഒരാൾ ചോദിച്ചാൽ ഞാൻ മരിച്ചു കിടക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കറക്റ്റ്, ഏകദേശം കറക്റ്റ്. അയ്യോ, എനിക്ക് ഭയങ്കര നോളജ് ആട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത ചോദിച്ചു. പേര് മാറുന്ന സാധനം, അതിന് പല പേരുകൾ വരും. ക്ലൂ ഇല്ല, കഴിക്കുന്ന സാധനം, ക്ലൂ അതേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് കറക്റ്റ് അല്ലേ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു കറക്റ്റ്. അതെ അതെ. എടുക്കുന്നവര് കൂടി വരുന്നത് എന്താണ്? കൂടി വന്നോണ്ടിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടും. ഒരിക്കലും തീരില്ല. തീരില്ല. ആ അല്ലല്ല. പിന്നെ അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നഷ്ടമാണ് എന്തെങ്കിലും. ഇതല്ലേ തോറ്റോ? അല്ല, ഇതിനകത്ത് ഇടയിലുള്ളതാണ്. വീഡിയോ ഒന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ കാലമൊക്കെ മാറി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ സീൻ പറയുമ്പോ നമ്മൾ പോയി അഭിനയിക്കും, തിരിച്ചു വരും. അപ്പൊ തന്നെ ആവശ്യഘട്ടങ്ങളിൽ. അതെ. നമ്മൾ ഇത്ര നേരം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചത്? നമുക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. അപ്പൊ ചേച്ചി അതിന് ആൻസർ പറയുന്നത്. ഫണ്ണി എന്ന് പറയുമ്പോ എങ്ങനെയാ? ജനറൽ നോളജ്? ജനറൽ നോളജ് അല്ല, എനിക്ക് ജനറൽ നോളജ് ഒന്നും ഇല്ല. ഓക്കെ, ഒരു ജോക്ക് എനിക്ക് പറയാൻ പറ്റില്ല ആയിരിക്കും, പക്ഷെ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനെ, ഏത് ചോദ്യത്തിനാണ് അതെ എന്ന് മാത്രം ഉത്തരം പറയാൻ കഴിയാത്തത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടും. എന്നുവെച്ചാൽ നമുക്ക് അതെ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ക്വസ്റ്റ്യന് മാത്രം നമുക്ക് അതേന്ന് ആൻസർ പറയാൻ പറ്റില്ല. മരിച്ചു കിടക്കുമ്പോഴാണ്? അല്ല, മരിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ മരിച്ചു. അതൊരു ആൻസർ അല്ലേ? ഞാനിപ്പോ മരിച്ചുപോയി, നീ മരിച്ചോ എന്ന് വന്ന ഒരാൾ ചോദിച്ചാൽ ഞാൻ മരിച്ചു കിടക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ആൻസർ ആയിട്ട് എടുക്കാൻ. ഇതെന്തുവാ ഇതിനകത്തെ ആൻസർ? ഉറക്കത്തില്. എന്റെ കറക്റ്റ്, ഏകദേശം കറക്റ്റ്. അയ്യോ, എനിക്ക് ഭയങ്കര നോളജ് ആട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത ചോദിച്ചു. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. തൊലി കളഞ്ഞ പേര് മാറുന്ന സാധനം, അതിന് പല പേരുകൾ വരും. കഴിക്കുന്ന സാധനമാണോ? കഴിക്കുന്ന സാധനം. ക്ലൂ തരണം. ക്ലൂ ഇല്ല, കഴിക്കുന്ന സാധനം, ക്ലൂ അതേ ഉള്ളൂ. കഴിക്കുന്ന ഫ്രൂട്ട്സിൽ പെട്ട അങ്ങനെ വല്ലതും? ഫ്രൂട്ട്സ് ഒരു അങ്ങനെ ചോദിച്ചാല്, അല്ല ഫ്രൂട്ട്സ് ആണോ? നമ്മള് അങ്ങനെ ഫ്രൂട്ട്സ് ഷോപ്പിൽ അങ്ങനെ വാങ്ങിക്കുന്ന? അല്ല, കഴിക്കുന്ന സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടും. അത് ഡെയിലി കഴിക്കുന്ന? അങ്ങനെ ഡെയിലി കഴിക്കുന്ന. ഗോതമ്പ്. മലയാളികൾ പ്രത്യേകം കഴിക്കുന്നത്. ഗോതമ്പ് തൊലി കളഞ്ഞാലും ഗോതമ്പ് തന്നെയാണ് അല്ലേ? അരിയാണോ? നെല്ലാണോ? നെല്ല്. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് നല്ല നോളജ് ഉണ്ട്. ഓക്കെ, ചോദിച്ചു. ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടേതാണെങ്കിലും മറ്റുള്ളവർ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മടി. നമുക്ക് നമ്മുടെ മടിയിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു കുട്ടീനെ നമുക്ക് എടുത്തു വെച്ച് മടിയിലിരുത്താം, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് മടിയിലിരുത്താൻ പറ്റും. രണ്ടാമത്തെ ആൻസർ നമ്മുടെ പേര്. രണ്ടാമത്തെ ആൻസർ ഇത് എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് കറക്റ്റ് അല്ലേ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു കറക്റ്റ്. നമുക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മുടെ മടിയിൽ. എടുക്കുന്തോറും കൂടി വരുന്നത് എന്താണ്? എടുക്കുന്തോറും കൂടി വന്നോണ്ടിരിക്കും. എനിക്കറിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടും. എടുക്കുന്തോറും ഇത് കൂടി വരും. ഒരിക്കലും തീരില്ല. അറിയില്ല, പറഞ്ഞു. കുഴി. നല്ല ആൻസർ. എനിക്ക് അറിയത്തില്ലായിരുന്നു, സോറി. ഞെട്ടിക്കുന്ന സിറ്റി ഏതാണ്? ഞെട്ടിക്കുന്ന സിറ്റി ഏതാണ്? ഞെട്ടിക്കുന്ന സിറ്റി. അതിന് ക്ലൂ നമ്മള് ഡെയിലി അതുണ്ടെങ്കിലേ നമുക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫിലൊരു പാർട്ടായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. വായുവാണ്? അല്ലല്ല. പിന്നെ അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വായുവല്ല, ഞെട്ടിക്കുന്ന സിറ്റി. ക്ലൂ ഒരു അക്ഷരം പറയും. ലെറ്റർ? അതൊന്നും പറയത്തില്ല. കഷ്ടമാണ്. എന്തെങ്കിലും ഇതല്ലല്ലോ, വേറെ. ഈ ഞെട്ടിക്കുന്ന. അതിന്റെ രണ്ടുണ്ട്. ഇത് അതിന്റെ ഒരു എന്താ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആൻസർ ആയി പോകില്ല. പറഞ്ഞു കുറച്ചു പറ. കഷ്ടമാണ് പ്ലീസ്. തോറ്റോ? ഇലക്ട്രിസിറ്റി വീട്ടിൽ കാണുമ്പോഴും ഞെട്ടുമല്ലോ.
കറക്റ്റാ. ഞാൻ നന്നായിട്ട് ഞെട്ടാറുണ്ട് എല്ലാ മാസവും. 2 മാസം കൂടുമ്പോഴല്ലേ, 2 മാസം കൂടുമ്പോൾ ഞെട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം? തണുപ്പടിക്കുന്ന എനിക്കറിയാം. പുക അല്ല, തണുപ്പടിക്കുന്ന എനിക്കറിയാം. അറിയോ ഏറ്റവും കൂടുതൽ തണുത്ത് വരയ്ക്കുന്ന? ഇല്ല. അത് പറ ആദ്യം. ഏറ്റവും കൂടുതൽ തണുത്ത് വരയ്ക്കുന്ന അക്ഷരം. ഞാൻ അങ്ങോട്ട് ചോദിക്കാം. പറ. അല്ല ഇതിനകത്ത് അല്ലല്ല, ഇത് പറ, ഞാൻ എന്നിട്ട് പറയാം. അതെനിക്കറിയത്തില്ല. ബി. എസിയുടെ ഇടയിലാണ് ഇരിക്കുന്നത്. പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഇതുപോലുള്ള എന്തോ ആണ്. ഇതുപോലെ ഒരു എ ബി സി ഏകദേശം അടുത്തൊക്കെ തന്നെ. ബി ഡി ബി ഡി എ ബി. കിട്ടിയ ആൻസർ? എ ബി പറ. സി ആണോ? ബീഡിയുടെ ഇടയിലുള്ളതാണ്. അതെ. ബീഡി ഒന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ കാലമൊക്കെ മാറി. ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. തീർന്നോ? നമ്മള് രണ്ടുപേരും ഒരേ നിലവാരത്തിലേക്ക് എത്തി ഇപ്പൊ ഏകദേശം. ചേച്ചി ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുപോവാം. ഓക്കെ. ഇപ്പൊ കോടതി വന്നല്ലോ, അതിനെ കുറിച്ച് ചേച്ചിയുടെ ഒരു അഭിപ്രായം പറയാവൂ? മനസ്സിലായില്ല. ഇപ്പൊ ഒരു കേസിന്റെ കോടതി വിധി മലയാള ഇൻഡസ്ട്രി കുറെ കേസുകളുടെ കോടതി വിധി വരുന്നുണ്ട്. ഏത് കേസിനെ കുറിച്ച്? ഒരു മനസ്സിലായി. അതിന്റെ വിധിയില് ചേച്ചി സംതൃപ്തയാണോ? ഞാനൊന്നല്ല, ആരും അല്ല എന്നുള്ളതാണ്. കാരണം ക്രൈം ചെയ്ത ആൾക്കാർക്ക് കിട്ടേണ്ട ഒരു ശിക്ഷ ആയിരുന്നില്ല. കാരണം ഫസ്റ്റ് പ്രതിക്കും ലാസ്റ്റ് പ്രതി 5 പേർക്കും ഒരേ ശിക്ഷയാണ് കൊടുത്തിരുന്നത്. അതിന് പറഞ്ഞ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുപ്പമാണ്, അവർക്ക് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്. അതൊന്നും ഒരു കാരണമല്ല. കാരണം ഇരയായവർക്കും അല്ലെ ഇരയായിക്കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഫാമിലി ഉണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്. നമുക്കെല്ലാം നമ്മളൊക്കെ സേഫാന്നുള്ള രീതിയിലാണ്, നമ്മൾ അത്രയും വിശ്വാസത്തോടാണ് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി വരുന്നത് അല്ലെ. നിങ്ങൾ ആണെങ്കിലും ഞാനാണെങ്കിലും വേറൊരാളാണെങ്കിലും എല്ലാവരും അത്രയും സേഫ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏത് ജോലിക്കും പോകുന്നത്. എല്ലാ ജോലി സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കംഫർട്ടബിൾ ആണോ അല്ലെ നമ്മൾ സേഫ് ആണോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഏജ് ബേസിൽ തീരുമാനിക്കേണ്ട രീതിയിലുള്ള ഒരു നീതി ആയിരുന്നില്ല അല്ലെ, ആ രീതിയിലേക്ക് അത് പോയേ ഇല്ല. കാരണം ഇത്രയും കുറഞ്ഞ ആൾ ഓൾറെഡി 8 വർഷത്തോളം ഇപ്പൊ ജയിലിൽ കടന്നു. ഇനിയിപ്പം സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ഒരു ക്രിമിനലും ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഞാനിവിടെ ജയിൽ വിസിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്, വിമൻസ് സെല്ലിലൊക്കെ പോയിട്ടുള്ള. അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നല്ല നടപ്പാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതെ, നല്ല ഫുഡല്ല, നല്ല നടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് അവര് അഭിനയിക്കും, നല്ല ആളാവും. അതിന് വർഷം ഇളവ് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല ആളായി കഴിഞ്ഞാല് ജയിലിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ, വേറെ ആൾക്കാരോട് ഒരു പ്രശ്നം ഇല്ലാതെ ഒരു നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് 4-5 വർഷം കുറച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അതെല്ലാം പഠിച്ചിട്ടാണ് ഇവരുള്ളത്. ഇവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യും. മനസ്സിലായി? ഇത് കണ്ടാണ് ഇതെല്ലാം അറിഞ്ഞാണ് നമ്മുടെ ഈ ജനറേഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു ഏജ് ബേസിൽ അല്ലെങ്കിൽ ഒരു ഏജ് പറഞ്ഞ് ഈ ഒരു ചെറുപ്പമാണ്, ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ സേഫ് ആണോ? ഇനി വരുന്ന ഈ കുട്ടികൾ എന്താ, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ക്രിമിനൽസ് എന്താ ചിന്തിക്കുന്നത്? വന്നാലും പോലും ഞാൻ ഇനി എന്ത് ചെയ്താലും മാക്സിമം എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ അറബ്സ് കൺട്രീസിലാണെങ്കിൽ അങ്ങനെയല്ല, അപ്പൊ തന്നെ തലവെട്ടിക്കളയും. മനസ്സിലായി? അങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഇത് ഒരുപാട് കുറഞ്ഞു പോയി. ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും 1ാമത്തെ പ്രതിക്കും 5ാമത്തെ പ്രതിക്കും എല്ലാം ഒരേ രീതിയിലായി പോയി ശിക്ഷ. ശരിയല്ല, ഞാനതില് സംതൃപ്തയല്ല. നമ്മുടെ സ്ത്രീകള് ഇപ്പൊ സുരക്ഷിത അല്ല. ഇപ്പൊ കൂടുതലായും ഓരോ കേസുകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ പല കേസുകൾ വരുന്നുണ്ടല്ലോ. സ്ത്രീകൾ സുരക്ഷിത അല്ല എന്ന് നമ്മൾ ഇപ്പോഴൊന്നല്ല, പണ്ടും അല്ല, ഇപ്പോഴും അല്ല. സ്ത്രീകൾ സുരക്ഷിത അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പുരുഷന്മാരാണോ? അല്ല. ഒരു നമുക്ക് എന്റെ മോൻ ഒറ്റയ്ക്ക് ട്യൂഷന് പോയിട്ട് വരുമ്പം കുറച്ച് സമയം കണ്ടില്ലെങ്കിൽ ഞാൻ ടീച്ചറിനെ വിളിച്ച് ചോദിക്കും, കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയോ, തിരിച്ചെത്തിയോ, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് കണ്ടില്ലേ, ഒരു മെസ്സേജ് വന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും. എന്റെ മോള് പഠിക്കുന്നുണ്ട്, MBBS 3rd year ആണ്. അതേപോലെ തന്നെ കൺസേൺ ആണ് എനിക്ക് മോന്റെ കാര്യത്തിലും. എന്നുവെച്ചാൽ സ്ത്രീയും പുരുഷനും എന്നൊന്നുമില്ല. മനസ്സിലായി? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്, നമ്മള് ഈ കൂടുതലും കുറച്ച് സ്കൂളുകളിലൊക്കെ ആഡ് ചെയ്യുന്ന മാർഷൽ ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ ക്രൈം കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷന്റെ എല്ലാരും പറയുന്നില്ല, എന്നാലും
നമ്മൾക്ക് കുറെ അവൈലബിലിറ്റി കുറച്ച് കൂടുതലാണ്. മീഡിയയുടെ ആ ഒരു സോഷ്യൽ മീഡിയയുടെ അല്ല, പല കാര്യങ്ങളും ഇപ്പൊ അവൈലബിൾ ആണ്, മനസ്സിലായി. അപ്പൊ പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു ഭയന്നിരുന്നത് വീടിനടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടില് കള്ളു കുടിച്ചിട്ട് വൈഫിനെ മക്കളെ എടുത്ത് ഇടിക്കുന്ന ആൾക്കാരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു ഭയമായിരുന്നു. ഇപ്പൊ അതൊന്നും ഒന്നും അല്ല, അതിന്റെ മുകളിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ ഓരോ ക്രൈം ചെയ്യുന്നതിന്റെ ഒക്കെ അവര് ബോധത്തോടെ ചെയ്യുന്നതല്ല പലതും. ബോധത്തോടെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാതിരിക്കുന്നത്. അതില് നമ്മളിനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് നമ്മൾ കുറെ സംസാരിക്കുക. കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ നല്ലത് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അവരുടെ പുറകിൽ നടക്കാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു അവയർനെസ് കൊടുക്കുക. എനിക്കറിയില്ല ഇപ്പൊ എങ്ങനെ ഇത് നമ്മളെ സേഫ് ആക്കേണ്ട എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഇപ്പം എന്തെങ്കിലും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ കൂടുതലും ലേഡീസ് പെപ്പർ സ്പ്രേ കൈകൊണ്ട് നടക്കുക. അത് ബാനാണ്. ഞാൻ പലപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്, എയർപോർട്ടിൽ എടുത്ത് കളയാറുണ്ട്. എയർപോർട്ടിൽ പറ്റില്ലല്ലോ. കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ചേച്ചിക്ക് ആരാധകരിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നിന്ന് അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ട്. ഒരുപാട് പേര് വന്ന് അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മോശം അനുഭവം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മോശം അനുഭവം ഉണ്ടാവും എന്ന് ഞാൻ പേടിക്കുന്ന സ്ഥലം ഹൈദരാബാദാണ്. കാരണം അവിടെ ഞാൻ നെഗറ്റീവ് റോൾ ചെയ്യുന്നതുകൊണ്ട് അവര് കുറച്ചുകൂടെ ഇവിടുത്തേനേക്കാളും കൂടുതൽ സീരിയൽസ് കൂടുതൽ കാണുന്നതാണ് അവിടെ ആൾക്കാർ. അപ്പം ഞാൻ തെലുങ്കാനയിലാണ്. ആന്ധ്രാപ്രദേശിലൊക്കെ പോകുന്ന സമയത്ത് എന്നോട് അതിലെ ഹീറോയിൻ പറയും, വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം, അവര് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും, അവർക്ക് അറിയില്ല, അവര് അങ്ങനെയാണ് അവര് അവിടെ ചെയ്യുമെന്ന് പറയും. പക്ഷെ ഞാനത് ഇവിടെ രാജമൗണ്ട്രിയിലെ ഷൂട്ടിന് പോയപ്പോ ഞങ്ങൾക്ക് ഒരു വില്ലേജിലൊക്കെ ഷൂട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് കുറെ അമ്മൂമ്മമാര് എല്ലാ ദിവസവും വരും നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ എന്നെ വിളിച്ചു, ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനിതില് വില്ലത്തിയാണ്, ചാമന്തിനെ ദ്രോഹിക്കുന്ന ആളാണ്. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നല്ല അടി കൊടുക്കുന്നത്. ബീച്ചിലെ സൈഡിലിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മള് നല്ല അടി കൊടുത്തിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചമ്മന്തിനെ ഉപദ്രവം, കാരണം ചമ്മന്തി നമ്മുടെ ഹീറോയിനെ അത്ര ആൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ. അപ്പം പക്ഷെ അവര് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്നോട് പറഞ്ഞത്, നല്ല പ്രായമുണ്ട്, 70, 75, 80 വയസ്സുള്ള അമ്മമാരാണ്. അവര് പറഞ്ഞത്, മോളത് അഭിനയിക്കുകയല്ലേ, ഇതല്ല, ഈ മോളല്ലല്ലോ അത് അഭിനയിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് നമ്മുടെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഉപദ്രവം എന്ന് തോന്നിയത് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരു ഷൂട്ടിന് ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. ഉപദ്രവം എന്നല്ല, ഒരു സ്നേഹം കൊണ്ട് നമ്മളെ കയ്യിലൊക്കെ പിടിച്ചു വലിച്ചിട്ട് നമ്മൾ ക്രൗഡിനകത്ത് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഭയങ്കര ഫാൻസ് ആണ്, നമുക്ക് ഇവിടുത്തെ പോലെ അല്ല, നല്ല ഫാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മളിവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, ഇനി അങ്ങനെ പോകാൻ പാടില്ല, കാരണം അവരിങ്ങനെ, അപ്പൊ കയ്യിലെല്ലാം ഇങ്ങനെ സ്ക്രാച്ച് ആയി. അത് നന്നായിട്ട് ഞാൻ പേടിച്ചു പോയി. കാരണം കുറെ പേര് ഒന്നിച്ചു വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു. പിന്നെ എന്റെ അസിസ്റ്റന്റ് കൂടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് ക്യാരവനിലോട്ടും കയറ്റുമായിരുന്നു. അത് കിട്ടി. ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ശല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ ശല്യം ഒന്നും ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഒരു എടുക്കാറില്ല. അതൊന്നും ഉള്ളിലേക്ക് എടുക്കുന്ന ആളല്ല. പിന്നെ യൂട്യൂബ് ഒക്കെ ചെയ്ത സമയത്ത് ചില കമന്റ്സ് ഒക്കെ വരുമ്പോ എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അത് ഈ മൈൻഡൊക്കെ ഒരുമാതിരി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത്. അപ്പൊ പക്ഷെ ഉള്ളിലേക്കൊന്നും എടുക്കാറില്ല. അത് അവർക്ക് അവരുടെ വൈകല്യം കൊണ്ട് അവർ പറയുന്നതാണ്. നമ്മൾ ആ ഒരു ഇതിലങ്ങ് പോകും. ചിലതിന് മറുപടി കൊടുക്കും, ചിലതിന് നമ്മൾ റിപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ എന്ന് തോന്നും. ഇപ്പം പിന്നെ എനിക്ക് ഒന്നിനും സമയമില്ല, ഒന്നും ശ്രദ്ധിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിന്ന ആളാണ്. അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതുതലമുറകൾ മൊത്തം സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ കാര്യം ചോദിക്കട്ടെ, പുതുതലമുറയാണോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്? അങ്ങനല്ല, എല്ലാരും ഉണ്ട്. എല്ലാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് അല്ലേ. പുതുതലമുറ ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു അമ്മൂമ്മ നോക്കിയാലും അവര് സ്മാർട്ട് ഫോൺ കൊണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു കുടുംബത്തില് വീട്ടില് 4 പേരുണ്ട്, 4 പേരും 4 റൂമിലായിരിക്കും എന്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോലും എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്റെ അച്ഛൻ മരിക്കുന്നിടം വരെ ഞങ്ങളൊരു വൈകുന്നേരം സമയത്ത് ഒരു 5:30 മുതൽ ഒരു 8-8:30 വരെ എല്ലാരും കൂടെ പുറത്ത് ചെയറൊക്കെ എടുത്തിട്ടിട്ട് ഇരുന്ന് സംസാരിക്കും. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും അച്ഛന്റെ കാര്യങ്ങളും അതെല്ലാം ഞങ്ങൾ ഓപ്പൺ. എന്റെ അച്ഛൻ മരിച്ചു പോയിട്ട് പോലും എന്റെ ഓർമ്മയിൽ ആ ഒരു സമയവും കാലങ്ങളും ഒക്കെയാണ്. ഇപ്പൊ അങ്ങനെയാണോ? ഒന്നിലെ TV കാണും, അല്ലെ ഫോൺ കാണും,
ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയാം, ലൊക്കേഷനെ പോലും ലൊക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കുറച്ചും കൂടെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയും. ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ സീൻ പറയുമ്പോൾ നമ്മൾ പോയി അഭിനയിക്കും, തിരിച്ചു വരും, അപ്പം തന്നെ ഫോൺ എടുക്കും, നോക്കും, റീൽസ് കാണും, അവര് മാഡം സമയമായെന്ന് പറയുമ്പോൾ വീണ്ടും പോയി അഭിനയിക്കും. ഇത് ഇപ്പൊ അമ്മമാരൊക്കെ ചോറൊക്കെ പിള്ളേർക്ക് വിളമ്പിയിട്ട് മെസ്സേജ് അയച്ചാണ് റെഡിയായി, ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞൊക്കെ. അത് മാത്രമല്ല, ഇപ്പൊ കാരണം നമ്മള് കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറും, നമ്മളുള്ള ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ഒന്നിനും നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എല്ലാത്തിനും ഒരു മിതമായ രീതിയിൽ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് എല്ലാ ബാലൻസിങ് ആവും. ഇപ്പൊ ഏത് കാര്യമാണെങ്കിലും എന്തും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ലൈഫ് സ്മൂത്ത് ആയിട്ട്. ഇപ്പൊ എല്ലാരും ഗൂഗിള്, അങ്ങനെ ജെമിനി, ചാറ്റ് GPT ഇതിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. എന്ത് കാര്യം ചെയ്യാനും ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് അവർ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ മൊത്തം ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ഇതൊക്കെ എങ്ങനെയാ പോകുന്ന കാര്യങ്ങൾ? അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾക്ക് അവൈലബിൾ അല്ലായിരുന്നു പണ്ട്. മനസ്സിലായി? പണ്ട് നമ്മൾ കഷ്ടപ്പെട്ട്, ഞാൻ പറയട്ടെ, ഇപ്പൊ മിക്സി ഉണ്ട് നമുക്ക്. പണ്ട് മിക്സി ഇല്ലായിരുന്നു, നമ്മൾ എന്തിലായിരുന്നു അരയ്ക്കുന്നത്? അരകല്ലില്. ഇപ്പം അരകല്ല് ഇവിടെ ഉണ്ടാവും, മിക്സി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടേസ്റ്റ് അരകല്ലിൽ അരയ്ക്കുന്നതിനാണ്. അറിയോ അത്? അതെ, ആണ്. പക്ഷെ നമ്മൾ മിക്സി യൂസ് ചെയ്യും, അല്ലേ? നമ്മൾക്ക് സുഖം ഏതാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. മോശം വേ ആണ് നോക്കുന്നത്. അല്ല, നല്ല കാര്യമാണ്. ടെക്നോളജി വളരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. വളരട്ടെ, മുമ്പോട്ട് പോട്ടെ. പഴയ കാലത്തിലേക്ക് പണ്ടത്തെ അപ്പൂപ്പന്മാർ പറയും ഞങ്ങളുടെ ജീവിതമായിരുന്നു പോലെ. അങ്ങനെയൊന്നും അല്ല. എല്ലാവരുടെയും ലൈഫ് എല്ലാ കാലഘട്ടവും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ ചിന്തിക്കും എന്റെ മോന്റെ മോളുടെ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം അവര് ജീവിക്കുന്ന കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസോടും കൂടിയാണ്, എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ ഒന്നിനും അഡിക്റ്റ് ആവരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായി? ഇതേ കൊണ്ടേ എനിക്ക് ജീവിക്കാൻ പറ്റും, അല്ലെ ChatGPTയോട് ജെമിനിയോട് ചോദിച്ചാലേ എനിക്ക് ആൻസർ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. പണ്ടൊക്കെ ബുക്സ് ഒക്കെ റെഫർ ചെയ്താണ് ഓരോ കാര്യങ്ങൾ. അത് മാത്രം അതായിരുന്നു നല്ല ലൈഫ് എന്നുള്ളതല്ല. പക്ഷെ ഒന്നിലും അഡിക്റ്റ് ആവാതിരിക്കുക, അത്രേ ഉള്ളൂ. അതൊരു മോശം കാര്യമൊന്നും അല്ല, എല്ലാം നല്ല കാര്യങ്ങൾ വരെ. ഞാനിതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഇരുന്നപ്പോ ബോർ അടിച്ചിട്ട് ഞാൻ ജെമിനിയോട് ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ എന്ത് പറ്റി, ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു. ഞാനൊരു 19 hours എയർപോർട്ടിൽ പെട്ടുപോയി, ഹൈദരാബാദിൽ പോയ സമയത്ത്. ഒന്നും ചെയ്യാനില്ല, വീട്ടുകാരെല്ലാം ഉറങ്ങി. ഇനിയിപ്പോ ആരോട് സംസാരിക്കും? കുറെ നോക്കി, ഫോൺ നോക്കി, ഇൻസ്റ്റാഗ്രാം നോക്കി, ഫേസ്ബുക്ക് ഒക്കെ എല്ലാം കഴിഞ്ഞു. നമുക്കൊരു പരിധി കഴിയുമ്പോൾ പിന്നെ മതിയാവുമല്ലോ. പിന്നെ ജെമിനിയോട് സംസാരിച്ചു. ചേച്ചി, ഈ തിരക്കിനിടയിലും ചേച്ചി നമുക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കുറച്ച് ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഭയങ്കര ഫണ്ണി ആയിരുന്നു. ആ ഒരു രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്.